ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ മന്തി. അതിന് വേണ്ടി ചിക്കൻ ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് ഫോർക്കോ കത്തിയോ ഉപയോഗിച്ച് നല്ല ഒന്ന് കുത്തി കൊടുക്കുക. അതൊന്ന് കുത്തി കൊടുക്കണത് ചിക്കനിൽ നല്ല മസാല പിടിക്കാൻ വേണ്ടി. അതിൽ 1.5 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ചെറിയ ജീരകം ചെറുതായി പൊടിച്ചത്, അധികം പൊടിക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് 2 മാഗി ക്യൂബ് ചെറുതായി കട്ട് ചെയ്തതും, അതിൽ ഉപ്പുണ്ടായതുകൊണ്ട് ഇനി ഒരു ഉപ്പിടേണ്ട ആവശ്യമില്ല ഈ ഗ്രേവിക്ക്. ഇനി അതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട, ഓപ്ഷനിലാണ് ഒരു ഭംഗിക്ക് വേണ്ടി. ഇനി വലിയൊരു ക്യാപ്സിക്കം എടുത്ത് ചെറുതായി കട്ട് ചെയ്തതും, അതിലേക്ക് കുറച്ച് ചെപ്പ് കട്ട് ചെയ്ത്, അതിനേക്കാൾ കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മന്തി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് റൈസിനും ഇതിനൊക്കെ, ഈ ബട്ടറിൻ്റെ ചിക്കനൊക്കെ നല്ല ടേസ്റ്റാണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ, 2 കയ്യിൽ സൺഫ്ലവർ ഓയിൽ. ഇനി വേറൊരു ഓയിൽ ഇതിലേക്ക് ഉപയോഗിക്കണില്ല, ഈ ഓയിൽ മാത്രമേ ഉപയോഗിക്കണുള്ളൂ. ഇനി നമ്മൾ അത് അടച്ച് വെച്ച് ഗ്യാസ് സ്റ്റവ് കത്തിച്ച് നല്ല അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റോ 10 മിനിറ്റ് ഇങ്ങോട്ട് വേവിച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല ചിക്കനൊക്കെ നല്ല വെന്ത് ഏകദേശം അൽഫാമിൻ്റെ ഒക്കെ രൂപമായി കഴിക്കില്ലെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നല്ല ഇതായി ചിക്കൻ കാണാൻ തന്നെ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് കടിക്കാൻ, റൈസ് കഴിക്കുമ്പോൾ കുറച്ച് കടിക്കാൻ വേണ്ടി കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ ഞാൻ തെളിഞ്ഞ് വരുന്ന കുറച്ച് ഓയിൽ റൈസിന് മുകളിൽ ഇടാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ചിക്കൻ അതേമാതിരി റൈസിന് മുകളിൽ ഒന്ന് കാണാൻ ഭംഗിക്കും പിന്നെ ചാർക്കോൾ സ്മെല്ലിനൊക്കെ വേണ്ടി ചിക്കനും ഞാൻ മാറ്റി വെച്ച് കുറച്ച് കൂടുതൽ. ഇനി അത് കുറച്ച് നേരം ഞാൻ ഗ്രേവി അവിടെ മാറ്റി വെച്ചതിന് ശേഷം വെള്ളം തിളക്കാൻ വെച്ചിരുന്നു ആ റൈസ് ഇടാൻ. ആ റൈസ് വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഉപ്പും ചെറുനാരങ്ങയും കുറച്ച് പട്ടയും കുറച്ച് ഏലക്കായും കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തു, ഓയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. എന്നിട്ട് അതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുത്തു. റൈസ് ഞാൻ ഒരു മണിക്കൂർ വരെ വെള്ളത്തിലിട്ടുകാണ്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ച് നല്ല സോഫ്റ്റാണ് റൈസ്, നല്ല സോഫ്റ്റ് ആയിക്കാനും, അല്ലെങ്കിൽ ഹാർഡ് ആയിക്കാനും, കഴിക്കുമ്പോഴൊക്കെ കഴിക്കാൻ ഒരിതുണ്ടാവില്ല, അധികം വലിപ്പം വെക്കൂല. എന്നിട്ട് അതൊന്ന് നോക്കിയെടുത്ത് നമ്മൾ ബിരിയാണിയൊക്കെ തമ്മിടുന്ന മാതിരി തന്നെ ഈ ഗ്രേവിക്ക് കുറച്ച് റൈസ് ആഡ് കൊടുത്തിട്ട് അതിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. യെല്ലോ അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ആവശ്യമില്ല. ഞാനിപ്പോൾ കളർ ഫോട്ടോ ഭംഗിക്ക് മാത്രമാണ് യെല്ലോ കളറും റെഡ് കളറും അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു കുറച്ച് ഓയിൽ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണ്ട അതിൻ്റെ മുകളിൽ. ഇനി അടുത്ത സ്റ്റെപ്പ് അതേമാതിരി കുറച്ച് റൈസ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് എന്താ പറയുക, ഞാൻ യെല്ലോ കളറും റെഡ് കളറും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണ്ടേ. ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ 2-3 പച്ചമുളക് ഒന്ന് കുത്തി കൊടുക്കണ്ടേ. പിന്നെ നമ്മൾ ചിക്കൻ മാറ്റി വെച്ചില്ലേ, ആ ചിക്കനൊന്നും അതിൻ്റെ മുകളിൽ വെച്ച് വെക്കണ്ടേ. ഇനി നമ്മളതിലേക്ക് ചാർക്കോൾ കത്തിക്കണ്ട, നല്ല സ്മെല്ല്, റൈസിനും ചിക്കനൊക്കെ നല്ല സ്മെല്ലേക്കാരം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ പറന്നുകാണ്ട് ഒരു 10 മിനിറ്റ് എന്താ പറയുക ദമ്മിൽ വെക്കണ്ടേ, ആ ദമ്മ് മാതിരി വെക്കുക. എന്നിട്ട് ആ അടപ്പൊന്ന് തുറന്നപ്പോൾ എന്താ സ്മെല്ല്, ചിക്കനും എന്തൊക്കെ ചാർക്കോൾ സ്മെല്ല്, റൈസൊക്കെ നല്ല സ്മെല്ലേന്, നല്ല ചിക്കൻ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടേന് നല്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾ ചിക്കൻ മന്തി ഉണ്ടാക്കി വെക്കുക, നല്ല ടേസ്റ്റാണ്, നല്ല മസ്റ്റ് ട്രൈ ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.